ഈ ചന്തയെന്ന് പറഞ്ഞാൽ ഒരുപക്ഷേ ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് അത്രയധികം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഇതൊരു വലിയ ഒരു സംഭവമായിരുന്നു അന്നത്തെ കാലത്ത്. ഞാനെപ്പോഴും ഓർക്കും ഈ ചങ്ങനാശ്ശേരി ചന്ത, കടയ്ക്കൽ ചന്ത എന്നൊക്കെ പറയുന്ന പോലെ നെടുമൺകാവ് ചന്ത വലിയൊരു സംഭവമാണ്. ആഴ്ചയിൽ 2 പ്രാവശ്യമാണ് ഈ ചന്ത കൂടുക. ആ 2 ദിവസവും രാവിലെ ഒരു 8-8:30 മണിയാകുമ്പോഴേക്കും ഏകദേശം ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകളെല്ലാം അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കാനും പിന്നെ ചില ആളുകൾക്ക് വാങ്ങാനും ഒക്കെ ആയിട്ട് ഈ ചന്തയിൽ കൂടും. എല്ലാത്തരം സാധനങ്ങളും അവിടെ വരും. അതൊരു വലിയ സംഭവമാണ്. അത് ഏതാണ്ടൊരു ഉച്ചയ്ക്ക് 1 മണിവരെയൊക്കെ നീണ്ടുപോകും ഈ കച്ചവടവും കാര്യങ്ങളുമൊക്കെ, ക്രയവിക്രയങ്ങളും വിലപേശലുകളും. പക്ഷേ ഇതിലൂടെ വലിയൊരു സംസ്കാരം അന്ന് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരാഴ്ചയോ 2 ആഴ്ച കൂടുമ്പോഴായിരിക്കും ഈ ആളുകൾ തമ്മിൽ കാണുന്നത്. അപ്പോൾ നാട്ടിലെ വിശേഷങ്ങൾ, വീട്ടുവിശേഷങ്ങൾ ഇതൊക്കെ കൈമാറുകയും അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ രസകരമായൊരു സംഭവം കൂടി അറിഞ്ഞോ അറിയാതെയൊക്കെ ഇതിൻ്റെ കൂടെ പോകും. അങ്ങനെ ഒരു സംസ്കാരം ഒരു കാലത്തുണ്ടായിരുന്നു. അവിടെ ആ സ്ഥലത്ത് ഞങ്ങൾക്കൊരു ചെറിയ ഹോട്ടലും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെയാണ് ഞാൻ ഒരു 25 വയസ്സിൽ എനിക്ക് ജോലി കിട്ടി പോകുന്നിടം വരെ ഈ നെടുമൺകാവ് ചന്ത എന്ന് പറയുന്ന സ്ഥലമായിരുന്നു എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന കേന്ദ്രം എന്ന് പറയുന്നത്.